ലോകരക്ഷകനായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ തൻ്റെ സ്വന്തം ജീവനെ യാഗമാക്കി എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് നാം പലരോടും നിങ്ങളുടെ തെറ്റുകളെ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞു ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാമെന്ന് പറയുമ്പോൾ പലപ്പോഴും കളിയാക്കാറുണ്ട്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നേരാവണ്ണമാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ സത്യത്തിൽ അവനവൻ്റെ ജീവിതത്തിലുള്ള പാപങ്ങൾ എന്താണെന്ന് ആർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ തന്നെ അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ എന്താണ് പാപമെന്ന് നാം യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ, എന്നിൽ തെറ്റുണ്ടോ, ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ടോ, യേശുവിൻ്റെ അടുക്കൽ പോയി തെറ്റുകളെ ഏറ്റുപറയേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് നാം തിരിച്ചറിയത്തുള്ളൂ. നമുക്ക് ചിന്തിക്കാം. 1. കൽപ്പന ലംഘനമാണ് പാപം. 2. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതിരിക്കുന്നതാണ് പാപം. 3. ഏത് ലംഘനവും പാപമാണ്. 4. അനുസരണക്കേട് പാപമാണ്. ചെയ്യരുതാത്തവ ചെയ്യുന്നതും പാപം തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ പാപവും ഏറ്റവും വലിയ പാപവും അനുസരണയില്ലായ്മയാണ്. അത് സംഭവിച്ചത് ഏദെൻ തോട്ടത്തിൽ വെച്ച് തന്നെയാണ്. ഇന്നും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ പാപസംഭവങ്ങളുടെ പിന്നിൽ ശരിക്കും പരിശോധിച്ചാൽ തുടക്കം ഒരു അനുസരണക്കേടായിരിക്കും. ആ അനുസരണക്കേടിൽ നിന്നുമാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ പാപങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത്. കുറച്ചുകൂടി ആഴമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. ഇന്ന് നടക്കുന്ന വലിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഭയങ്കരമായ ഭീകര പ്രവർത്തനങ്ങൾ, കൊള്ളകൾ, ധനപരമായ അതിക്രമങ്ങൾ, രാഷ്ട്രീയ അട്ടിമറികൾ, വ്യഭിചാരം, മോഷണം തുടങ്ങിയവയൊക്കെയാണ് വലിയ പാപങ്ങൾ. ഇതൊന്നും സാരമില്ലെന്നും അതുപോലെ അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ വചനം പറയുന്നു, പാപം ചെറുതായാലും വലുതായാലും പാപം തന്നെ. അതിൽ നിന്നും ശുദ്ധീകരണവും ക്രമീകരണവും മോചനവും പ്രാപിച്ചില്ല എങ്കിൽ ഒടുവിൽ നിത്യശിക്ഷയ്ക്ക് കാരണമാകും. പാപത്തെക്കുറിച്ച് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.